എറണാകുളത്ത് കൊല്ലപ്പെട്ട 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരിയെ നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് അടുത്ത ബന്ധുവായ പ്രതിയുടെ കുറ്റസമ്മതം. ചില ദിവസങ്ങളിൽ കുട്ടി രാത്രി ഉറങ്ങിയിരുന്നത് പ്രതിയോടൊപ്പമാണ്. കുട്ടിയെ രക്ഷിച്ചുവെന്ന് മാത്രമാണ് അമ്മ പോലീസിനോട് പറയുന്നത്. റാഫി കരീമിലേക്ക് ഒരിക്കൽ കൂടി. റാഫി, ഇതിലിപ്പോൾ എന്താണ് പോലീസിന്റെ തുടർ നടപടി? കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിലായി ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കോടതിയിൽ ഹാജരാക്കുന്നതടക്കമുള്ള നടപടികളിലേക്കാണ് ഈ പോലീസ് കടക്കുക. ഒരു പക്ഷേ കൊലഞ്ചേരിയിലെ മജിസ്ട്രേറ്റ് കോടതിയിലോ ഈ കേസിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച് മൂവാറ്റുപുഴ പോക്സോ കോടതിയിലോ ആയിരിക്കും പ്രതിയെ ഹാജരാക്കുക. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ കണ്ടെത്തിയ ചില വിവരങ്ങളാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായത്. നേരത്തെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ ഈ അമ്മ ഈ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞ് കൊല ചെയ്തു എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ കുട്ടി വലിയ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരുന്നു. ഈ കണ്ടെത്തലിന് ശേഷമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നത്. ഈ പീഡനത്തിന് ഇരയായ കുട്ടി 4 വയസ്സുകാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുമായി ഏറ്റവും അടുത്തിടപഴകുന്ന ബന്ധുക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ അന്വേഷണം ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു അന്വേഷണമാണ് ഈ പ്രതിയുടെ അടുത്തേക്ക് എത്തുന്നത്. കുട്ടിയുടെ അടുത്ത ബന്ധുവായ പ്രതിയാണ് ഈ കുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചത്. ഈ പ്രതിയെ പോലീസ് ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു സംശയവും തോന്നാത്ത രീതിയിലായിരുന്നില്ലേ ഈ പ്രതിയുടെ ഇടപെടലുകൾ? അനുജ, തീർച്ചയായും ഈ സംസ്കാര ചടങ്ങുകൾക്കിടയിലും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ മരണവിവരം അറിയിച്ചപ്പോഴും കുട്ടിയെ തിരയാനും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളിലും എല്ലാം തന്നെ ഈ പ്രതി പങ്കെടുത്തിരുന്നു. ഈ സമയങ്ങളിലെല്ലാം തന്നെ വളരെ സങ്കടത്തോടെ വളരെ വികാരഭരിതനായിക്കൊണ്ടായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. ആളുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഒപ്പം തന്നെ ഈ കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഈ കുട്ടിയുടെ കർമ്മങ്ങളുടെ സമയങ്ങളിലും എല്ലാം തന്നെ വളരെ സങ്കടത്തിലായിരുന്നു ഈ പ്രതി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പീഡന വിവരം അറിഞ്ഞത് മുതൽ തന്നെ ഈ പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. ഈ പ്രതിയെക്കുറിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. അത് അടുത്ത ബന്ധുവാണ് എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചന പോലീസ് മുൻനിർത്തിക്കൊണ്ട് ഈ അടുത്ത ബന്ധുവിനെ പോലീസ് നിരീക്ഷിച്ചിരുന്നു. ഇന്നലെ ഈ പ്രതിയെ 11 മണിക്ക് വീണ്ടും ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചിരുന്നു. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലാണ് കേസിൽ ഇയാളെ കുടുക്കിയത്. ആദ്യഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യലിലൊന്നും പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നില്ല. പിന്നീട് സാഹചര്യ തെളിവുകൾ മുൻനിർത്തി പ്രതിയോട് ചോദ്യങ്ങൾ പോലീസ് നിരന്തരം ചോദിച്ചു. ശാസ്ത്രീയ തെളിവുകൾ പോലീസ് ഓരോന്നോരോന്നായി പ്രതിക്ക് മുന്നിൽ നിരത്തി. അങ്ങനെ പ്രതി കുറ്റം സംബന്ധിച്ചു. ഒരു വട്ടം അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നായിരുന്നു പ്രതി ആദ്യം പോലീസിനോട് പറഞ്ഞത്. പിന്നീട് വീണ്ടും വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നലെ രാത്രി വളരെ വൈകിയും നടക്കുന്നു. ആ ചോദ്യം ചെയ്യലിലാണ് നിരന്തരമായ പീഡനത്തിന് കുട്ടി ഇരയായിട്ടുണ്ട് എന്ന് പോലീസിനോട് പ്രതി പറയുന്നത്. ഒപ്പം തന്നെ ഈ ശാസ്ത്രീയമായി പോലീസിന് ഡോക്ടർ നൽകിയ ചില തെളിവുകൾ അതിൽ പല കാര്യങ്ങളും പറയുന്നത് പ്രേക്ഷകർക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ആ നിലയിലുള്ള പീഡനം കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഈ കുട്ടി അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. 4 വയസ്സ് മാത്രമാണ് പ്രായം. അതായത് 2 വയസ്സിന് ശേഷം ഈ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പീഡിപ്പിക്കാനുള്ള ഒരു സാഹചര്യം പ്രതിക്ക് ഒത്തു വന്നത് ഈ പ്രതി അടുത്ത ബന്ധുവാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയോടൊപ്പം പലപ്പോഴും രാത്രികളിൽ കുട്ടി ഉറങ്ങിയിരുന്നു. അടുത്തടുത്ത വീടുകളായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ നിലയിൽ പ്രതിക്ക് ഈ കുട്ടിയെ വളരെ അടുത്തിടപഴകുന്നതിന് വേണ്ടിയുള്ള അവസരം ഒത്തുവന്നിരുന്നു. ഈ സാഹചര്യമാണ് പ്രതി ഈ നിലയിൽ ദുരുപയോഗിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ അമ്മയ്ക്ക് ഈ പീഡന വിവരം അറിയാമായിരുന്നു എന്നുള്ളതാണ്. അമ്മ അല്ലെങ്കിൽ പീഡന വിവരം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആ നിലയിലൊരു സംശയം പോലീസിനുണ്ട്. കാരണം ഈ അമ്മയെ ചോദ്യം ചെയ്യുമ്പോൾ ആദ്യഘട്ടം മുതൽ പോലീസിനോട് ഈ അമ്മ നൽകുന്ന മൊഴി കുട്ടിയെ രക്ഷിച്ചു എന്ന് മാത്രമാണ്. ഈ കുട്ടിയെ രക്ഷിച്ചു എന്ന് അമ്മ പറയുമ്പോൾ അത് ഏത് തലത്തിലാണ് എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത് ഇനി അമ്മയിൽ നിന്ന് തന്നെ പോലീസ് ശേഖരിക്കേണ്ടതുണ്ട്. ഈ കുട്ടി പീഡിപ്പിച്ച വിവരം അമ്മയെ അറിയിച്ചിരുന്നോ അല്ലെങ്കിൽ അമ്മ അറിഞ്ഞിരുന്നോ എന്നുള്ള ചോദ്യങ്ങളോട് പ്രതിയിൽ നിന്ന് വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇത് അമ്മയിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ഈ അമ്മയെ ഇനി വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കം. അതിനൊരു പക്ഷേ മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടക്കം സഹായം പോലീസ് തേടിയേക്കും. ആ നിലയിലായിരിക്കും ഇനി പോലീസിൻ്റെ നീക്കങ്ങളുണ്ടാവുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂറൽ SP വിശദമായ വിവരങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഈ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ്റെ അടുത്ത ബന്ധു.